മഴതോറും മുൻപേ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വൈജയന്തിയുടെ അവസ്ഥ കണ്ട ആർക്കും ഒരു വാക്ക് പോലും മിണ്ടാൻ ധൈര്യപ്പെടില്ല. ചുമരിൽ ചാരി ജീവനില്ലാത്ത ഒരു പ്രതിമയെ പോലെ നിൽക്കുമായിരുന്നു വൈജയന്തി. കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ അവളുടെ കണ്ണുകൾ ഇങ്ങനെ തറച്ചു നിന്നു. തലച്ചോറിലൂടെ 1000 ചിന്തകൾ ഇങ്ങനെ മിന്നൽ പിഴൽ പോലെ കടന്നു പോകുന്നുണ്ടായിരിക്കണം. താൻ ഇത്രയും കാലം അനുഭവിച്ച വേദനകൾ, ഒളിപ്പിച്ചു വെച്ച് കണ്ണുനീര് എല്ലാം വെറുതെയായിരുന്നു എന്ന തിരിച്ചറിവ് അവളെ പൂർണ്ണമായും അങ്ങ് തളർത്തി കളഞ്ഞു. ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് തന്നെ സൗദാമിനിയും മുത്തശ്ശിയുടെ കരച്ചിലങ്ങ് ഉയർന്നു. അത് കേട്ടു നിന്നവരുടെ ഹൃദയം പിളർക്കുന്നതായിരുന്നു. വർഷങ്ങളായി അവർ നെഞ്ചിലേറ്റി നടന്ന പല സംശയങ്ങൾക്കുമുള്ള ഉത്തരം ഇന്ന് ലഭിച്ചതിന്റെ ആഘാതം ആ വൃദ്ധൻ കണ്ണുനീരിലുണ്ടായിരുന്നു. മനു രോഹിത്തും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. മുത്തശ്ശി ഒന്ന് സമാധാനപ്പെട്, നമുക്ക് മുറിയിലേക്ക് പോവാം. അങ്ങനെയും പറഞ്ഞു മനു അവരെ ചേർത്ത് പിടിച്ചു. പക്ഷേ പോകുന്നതിന് മുൻപ് തന്നെ സൗദാമിനി മുത്തശ്ശി വൈജയന്തിയുടെ അടുത്തേക്ക് നീങ്ങി. വിറക്കുന്ന കൈകളോടെ അവർ വൈജയന്തിയെ കെട്ടിപ്പിടിച്ചങ്ങ് പൊട്ടിക്കരഞ്ഞു. ആ സ്പർശനം വൈജയന്തിയിലെ അവസാനത്തെ പിടിച്ചു നിൽപ്പും അങ്ങ് തകർത്തു. അവളുടെ കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ടു. ആരോടും ഒന്നും പറയാനാവാതെ ശൂന്യതയിലേക്ക് നോക്കി അവൾ പതിയെ തറയിലേക്ക് അങ്ങ് ഇരുന്നു പോയി. അടുത്തു നിന്ന ബബിതയും കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല ബബിതയ്ക്ക്. ഒരു സ്ത്രീ എന്ന നിലയിൽ വൈജയന്തിയുടെ വേദന അവൾക്ക് മനസ്സിലാവുമായിരുന്നു. എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ബബിത മുന്നോട്ട് ആഞ്ഞുവെങ്കിലും മനുവിന്റെ മുഖത്തെ ആ ഒരു ഭാവം കണ്ട് അവൾ അങ്ങ് നിന്നുപോയി. ഇപ്പോൾ അവൾ തനിച്ചു വിടുന്നതാ നല്ലത് എന്ന് മനുവിന്റെ കണ്ണുകളിൽ പറയുന്നുണ്ടായിരുന്നു. പതിയെ ഓരോരുത്തരായിട്ട് ആ ഹാളിൽ നിന്നും പുറത്തേക്ക് പോയി. ഒടുവിൽ ആ വലിയ ഹാളിൽ വൈജയന്തിയും അവൾക്ക് കാവൽ നിൽക്കുന്നത് പോലെ തന്നെ ബബിതയും മാത്രമായിരുന്നു. തറയിൽ തളർന്നിരിക്കുന്ന വൈജയന്തിയെ നോക്കിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമായിരുന്നു ബബിത. അപ്പോഴാണ് അവളുടെ ഫോൺ ശബ്ദിച്ചത്. സ്ക്രീനിൽ അലീന എന്ന പേര് കണ്ടപ്പോൾ ബബിതയുടെ നെഞ്ചെടുപ്പ് കൂടി. വിറക്കുന്ന വിരലുകളോടെ അവൾ ആ ഒരു കോൾ അങ്ങെടുത്തു. ഹലോ ബബിതേ. അലീനയുടെ ആ ഒരു ശബ്ദത്തിൽ നേരിയൊരു പരിഭ്രമമുണ്ടായിരുന്നു. പക്ഷേ ബബിതയ്ക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവളുടെ തൊണ്ടയിൽ സങ്കടം കുടുങ്ങി നിന്നു. കണ്ണീർ കവിളിലൂടെ ഇങ്ങനെ ഒഴുകിയിറങ്ങി. എന്താ പ്രശ്നം? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ, അലീന വീണ്ടും ചോദിച്ചു. മോളെ, നീ മനുവിനെ ഒന്ന് വിളിക്ക്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് തന്നെ ചേച്ചി മനുവിനെ ഒന്ന് വിളിക്ക്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് തന്നെ ബബിത കോള് കട്ട് ചെയ്തു. കൂടുതൽ സംസാരിച്ച ഒരു പക്ഷേ താനെല്ലാം തുറന്നു പറഞ്ഞു പോകുമെന്ന് ബബിതയ്ക്ക് പോലും ഭയമുണ്ടായിരുന്നു. പെട്ടെന്നാണ് മുകളിലെ മുറിയിൽ നിന്നും ഗംഗാധര മേനോൻ ബബിതയുടെ അടുത്തേക്ക് വിളിച്ചത്. അയാളുടെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവമുണ്ടായിരുന്നു. മുറിയിലേക്ക് കയറി അദ്ദേഹം ഉടനെ അങ്ങ് വാതിലടച്ചു. ബബിതേ, നീ ഇപ്പൊ കേട്ടതൊന്നും പുറത്തു വരണമെന്ന് നീ പറയരുത്. പ്രത്യേകിച്ച് വൈജയന്തിയുടെ മകൾ ജീവനോടെ ഉണ്ട് എന്ന കാര്യം. ഈ സത്യം ഇത്രത്തോളം ശരിയാണെന്നും നമുക്കിതുവരെ ഉറപ്പായിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ നിൽക്കണം. ഒരു താക്കീത് പോലെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷേ അങ്കിൾ, ഇത്രയും വലിയൊരു സത്യം ഇനി എത്ര കാലം നമുക്ക് മറച്ചു പിടിക്കാൻ പറ്റും? ബബിതയുടെ ശബ്ദം ഇടർന്നുണ്ടായിരുന്നു. ഗംഗാധര മേനോന് അതിന് മറുപടി പറയാതെ പുറത്തേക്ക് നോക്കി നിന്നു. ഇതേ സമയം താഴെ മുറിയിൽ സൗദാമിനി മുത്തശ്ശി ഇങ്ങനെ കിടക്കയിൽ ഇങ്ങനെ ഇരുത്താണ്. അങ്ങനെ ആശ്വസിപ്പിക്കുകയായിരുന്നു മനു. കരഞ്ഞു തളർന്ന അവളുടെ കണ്ണുകൾ മനുവിന്റെ മുഖത്തേക്ക് അങ്ങ് തറച്ചു നിന്നു. മനു, നീ എന്നോട് സത്യം പറയണം. വർഷങ്ങളായി നിന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു സംശയമുണ്ട്. അത് സത്യമാണോ? അവൻ കിതപ്പോട് ചോദിച്ചു. മനു കുറച്ചുനേരം മൗനമായി നിന്നു. പിന്നെ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, അതേ മുത്തശ്ശി, എനിക്ക് സത്യം അറിയാം. ആ കുട്ടിയെ മുത്തശ്ശിക്ക് നല്ല പരിചയമുണ്ട്. ആ വാക്കുകൾ കേട്ടപ്പോൾ സൗദാമിനി മുത്തശ്ശി വീണ്ടും വിതുമ്പാൻ തുടങ്ങി. എല്ലാം മറന്നിട്ടും ഇത്രയും കാലത്ത് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധം അവരെ വല്ലാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു. ഇതിനിടയിലേക്കാണ് അലീന മനുവിനെ വിളിക്കുന്നത്. വീട്ടിലെ വല്ലാത്തൊരു നിശബ്ദത അലീനയെ അസ്വസ്ഥയാക്കി. മനു, അവിടെ എന്താ നടക്കുന്നത്? ബബിത കരയാണല്ലോ. അലീന, ഇവിടെ എല്ലാവരും ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത്. പെട്ടെന്ന് കേട്ടതിൻ്റെ ആ ഒരു ഷോക്ക് ആർക്കും അങ്ങ് മാറിയിട്ടില്ല. എനിക്കിപ്പോൾ ഫോണിലൂടെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല അലീന. മനു വളരെ സൂക്ഷിച്ചാണ് സംസാരിച്ചത്. വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? അലീനയുടെ ചോദ്യത്തിൽ ഭയമുണ്ടായിരുന്നു. ഇല്ല, വലിയ പൊട്ടിത്തെറികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ വരാനിരിക്കുന്നതേ ഉള്ളൂ. മനുവിൻ്റെ ആ ഒരു മറുപടിയിൽ അലീനയ്ക്ക് ചെറിയൊരു ആശ്വാസം തോന്നിയെങ്കിലും ഉള്ളിൽ എവിടെയോ ഒരു ഭയം ബാക്കി നിന്നു. വൈകുന്നേരം അങ്ങനെ സ്റ്റാൻലിയുടെ വീടിന് മുന്നിലെ വിജനമായ വഴിയിലൂടെ ഒരു കാറ് വന്ന് നിൽക്കുകയാണ്. അപരിചിതമായ വാഹനം കണ്ടപ്പോൾ മുറ്റത്തുണ്ടായിരുന്ന നായ്ക്കളെല്ലാം കുറിച്ചുകൊണ്ട് ഗേറ്റിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. ശബ്ദം കേട്ട് സ്റ്റാൻലിയുടെ മകൾ ഡാനിയ പുറത്തേക്ക് ഇറങ്ങി വന്നു. കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയ ആളെ കണ്ടപ്പോൾ ഡാനിയ ശരിക്കും അങ്ങ് അത്ഭുതപ്പെടാണ്. വൈജയന്തി, ഇത്ര കാലമായിട്ടും ഒരിക്കൽ പോലും ഈ വീട്ടിലേക്ക് വരാത്ത വൈജയന്തി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എന്തിനാണ് വന്നത്? സ്റ്റാൻലി എവിടെ? വൈജയന്തിയുടെ ശബ്ദം വരണ്ടിരുന്നു. അവരുടെ കണ്ണിൽ എന്തൊക്കെയോ ഇങ്ങനെ തിരയുന്നത് പോലെ തോന്നി. പപ്പ തോട്ടത്തിലുണ്ട് ആൻറ്റി അകത്തേക്ക് വന്നിരിക്ക്. പപ്പ ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് വരും. ഡാനിയ സ്നേഹത്തോടെ പറഞ്ഞു. വേണ്ട, എനിക്ക് കാത്തിരിക്കാനൊന്നും വയ്യ. റബ്ബർ തോട്ടത്തിലേക്ക് വഴിയേതാ? വൈജയന്തിയുടെ ചോദ്യം വളരെ മൂർച്ചയുള്ളതായിരുന്നു.
ടാനി വഴി പറഞ്ഞു കൊടുത്തതും മറ്റൊരു വാക്കുപോലും പറയാതെ വൈജയന്തി നേരെ തിരികെ കാറിലേക്ക് വന്നു. വണ്ടിയിൽ വേഗം തന്നെ മുന്നോട്ട് വന്നു. ഇത്രയും ദൂരം അവർ വന്നത് വെറുതെ സംസാരിക്കാനല്ല, തന്റെ നെഞ്ചിലെറിയുന്ന ഒരു വലിയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ്. അവരുടെ ആ പോക്കറ്റിൽ അത് വ്യക്തമായിട്ടുണ്ടായിരുന്നു. അതേസമയം ഗേറ്റിന് പുറത്തേക്ക് വരികയായിരുന്നു അലീന. പെട്ടെന്നാണ് അവൾ ആ കാഴ്ച കണ്ടത്. കാറിലിരിക്കുന്ന വൈജയന്തിയും പുറത്തു നിൽക്കുന്ന അലീനയും തമ്മിൽ നേർക്കുനേരങ്ങ് കണ്ടുമുട്ടി. കാറ് ബ്രേക്കിട്ട് നിന്നു. ഇരുവരും പരസ്പരം നോക്കി. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ്, ഒരുപാട് ദൂരങ്ങൾക്ക് അപ്പുറമുള്ള ആ ഒരു നോട്ടം. വൈജയന്തിയുടെ കണ്ണുകളിൽ ഇതുവരെ ഇല്ലാത്ത തിളക്കവും അതേസമയം സങ്കടവും അലീന കണ്ടു. ഒരു വാക്കുപോലും ആ നിമിഷം അവർ സംസാരിച്ചില്ല. അവരുടെ നിശബ്ദത തന്നെ ഒരുപാട് കഥകൾ അങ്ങ് പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വൈജയന്തിയുടെ കാറ് മുന്നോട്ടെടുത്തു. അലീന ഓടി വരുമ്പോഴേക്കും ആ കാറ് ഗേറ്റ് കടന്ന് ദൂരത്തേക്ക് പോയിരുന്നു. ടാനിയുടെ അരികിലേക്ക് അലീന നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിഞ്ഞു. വൈജയന്തി സ്റ്റാൻലിയെ തേടി പോയതാണെന്നറിഞ്ഞപ്പോൾ അലീനയുടെ നെഞ്ചിലൊരു കൊള്ളിയാൽ മിന്നി. എന്തോ വലിയ സത്യം പുറത്തു വരാൻ പോകുമെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു. അവൾ വേഗം തന്നെ ഫോണെടുത്ത് സ്റ്റാൻലിയെ വിളിച്ചു. പപ്പ, വൈജയന്തിയമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, തോട്ടത്തിലേക്കാ വരുന്നത്. അലീനയുടെ ശബ്ദത്തിൽ വെപ്രാളമുണ്ടായിരുന്നു. റബ്ബർ മരങ്ങൾ അതിരിട്ട വിജനമായ മൺവഴി. കാറ്റിന് പോലും അവിടെ വല്ലാത്തൊരു മരവിപ്പായിരുന്നു. ദൂരെ നിന്ന് സ്റ്റാൻലിയുടെ ആ ഒരു ജീപ്പ് വരുന്നത് കണ്ട് വൈജയന്തി കാർ ഒതുക്കി നിർത്തി. കാറിന് കുറച്ചകലെയായിട്ട് ജീപ്പ് നിന്നു. വർഷങ്ങൾക്ക് ശേഷം അവർ പരസ്പരം മുഖാമുഖം നോക്കുകയാണ്. വണ്ടിയിൽ നിന്നിറങ്ങിയ ഇരുവരും കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. ചുറ്റുമുള്ള റബ്ബർ ഇലകളും മൺമരങ്ങളും മാത്രമാണ് അവിടെ കേട്ടിരുന്നത്. ചില സാഹചര്യങ്ങളിൽ 1000 വാക്കുകളാൽ ആഴത്തിൽ സംസാരിക്കുന്നത് ഇത്തരം നിശബ്ദതയാണ്. ഒരു കാലത്ത് ജീവനേക്കാൾ സ്നേഹിച്ചവർ ഇന്ന് തികച്ചും അപരിചിതരെ പോലെ നിൽക്കുന്നു. ഭൂതകാലത്തിന്റെ ഓർമ്മകൾ ഇരുവരുടെയും മനസ്സിൽ തിരമാലകൾ പോലെ അങ്ങ് ആഞ്ഞടിച്ചു. ഒടുവിൽ ആ മൗനം ഭേദിച്ചുകൊണ്ട് വൈജയന്തി ചോദിച്ചു. അവളുടെ ശബ്ദം നേർത്തതായിരുന്നു, പക്ഷേ അതിലൊരു ജീവന്റെ തുടിപ്പുണ്ടായിരുന്നു. സ്റ്റാൻലി, നീ എന്നോട് സത്യം പറയണം. നമ്മുടെ ആ കുഞ്ഞ്, അവൾ ഇപ്പോഴും ജീവനോടെയുണ്ടോ? വർഷങ്ങളായി തന്റെ നെഞ്ചിൽ അടക്കി വെച്ചിരുന്ന വേദനയുടെ വലിയൊരു പൊട്ടിത്തെറിയായിരുന്നു ആ ഒരു ചോദ്യം. ശ്വാസം അടക്കി പിടിച്ചാണ് അവൾ മറുപടിക്കായി കാത്തു നിൽക്കുന്നത്. സ്റ്റാൻലി അവളുടെ മുഖത്തേക്ക് നോക്കി യാതൊരുവിധ മടിയുമില്ലാതെ വളരെ ശാന്തമായി അയാൾ പറഞ്ഞു. അതെ അലീനയാണ് നമ്മളുടെ മകള്. ആ ഒരൊറ്റ വാചകം, അത് വൈജയന്തിയുടെ ലോകം തന്നെ കീഴ്മേലങ്ങ് മറിച്ചു. അവളുടെ കാലുകൾക്ക് താഴെ ഭൂമി അങ്ങ് ഇളകി മറിയുന്നത് പോലെ തോന്നി. ഇത്രയും കാലം താൻ സ്നേഹിച്ചു വളർത്തിയ, എന്നാൽ തന്റേതല്ലെന്ന് കരുതിയ ആ ഒരു പെൺകുട്ടി തന്റെ സ്വന്തം ചോരയാണ് എന്ന സത്യം ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. നിയന്ത്രണം നഷ്ടപ്പെട്ട് വൈജയന്തി അങ്ങ് പൊട്ടിക്കരഞ്ഞുപോയി. ഇരു കൈകളും മുഖം പൊത്തിക്കൊണ്ട് അവൾ വണ്ടിയുടെ ആ ഒരു ബോണറ്റിലേക്ക് അങ്ങ് ചാഞ്ഞിരുന്നു. സ്റ്റാൻലി അവളുടെ വേദന മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് വളരെ അടുത്തായി തന്നെ അയാൾ നിന്നിരുന്നുവെങ്കിലും ഒന്ന് തൊട്ട് ആശ്വസിക്കാൻ പോലും അയാൾ മുന്നോട്ട് വന്നില്ല. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. സ്നേഹം ഒരിക്കലും മറക്കില്ല, പക്ഷേ അവരെ പരസ്പരം അടുക്കാൻ സാഹചര്യങ്ങൾ അനുവദിക്കില്ല. വർഷങ്ങളുടെ അകലം അവർക്കിടയിൽ വലിയൊരു മതിൽ തീർത്തിരുന്നു. കുറച്ചു നേരം കൂടി അങ്ങനെ തന്നെ നിന്നു. കരഞ്ഞു തളർന്ന വൈജയന്തി പതിയെ കാറിലേക്ക് കയറി. വീണ്ടും അങ്ങ് കാറ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാൻലി വണ്ടിയുടെ അരികിൽ നിന്നും അല്പം പിന്നോട്ട് മാറി. പെട്ടെന്ന് തന്നെ കാറിന്റെ ഗ്ലാസ് താഴ്ന്നു. വൈജയന്തി അവസാനമായി ഒരിക്കൽ കൂടി സ്റ്റാൻലിയെ നോക്കി. ആ നോട്ടത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. നഷ്ടപ്പെട്ട തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആ ഒരു വേദന, തന്റെ തകർച്ച, പിന്നെ പറയാൻ ബാക്കി വെച്ച 1000 വാക്കുകളും. ഗ്ലാസ് വീണ്ടും ഉയർന്നു. കാറ് പതിയെ മുന്നോട്ട് നീങ്ങി. കാർ ആ ഒരു കാഴ്ചയിൽ നിന്നും മാറുന്നതുവരെ സ്റ്റാൻലി അവിടെ തന്നെ നിശ്ചലനായി നിന്നു. അയാളുടെ മനസ്സപ്പോഴും വർഷങ്ങൾക്ക് പിന്നിലായിരുന്നു. ഈ കൂടിക്കാഴ്ച ഒരു അവസാനമല്ല എന്നും ഇനി ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ പോകുന്നതേയുള്ളൂ എന്നും അയാൾക്ക് ഉറപ്പായിരുന്നു. പിന്നീട് അങ്ങനെ ഞായറാഴ്ച വൈജയന്തി കടപ്പാട്ടൂർ വീട്ടിലേക്കെത്തി. പുറമെ നോക്കുമ്പോൾ ആ വീട്ടിൽ എല്ലാം സാധാരണ പോലെ തന്നെയായിരുന്നു. എല്ലാവരും അവധി ദിവസമായതുകൊണ്ട് തന്നെ വീട്ടിലുണ്ട്. ഉച്ചഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നുവെങ്കിലും വൈജയന്തിയുടെ മനസ്സ് അവിടെയൊന്നും ആയിരുന്നില്ല. അവളുടെ ചിന്തകൾ മുഴുവൻ അലീനയെക്കുറിച്ചായിരുന്നു. താൻ പ്രസവിച്ച് ഉപേക്ഷിച്ച മകൾ. അവൾ അരികിലേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ അവളുടെ മാതൃത്വം കൊതിച്ചു. പക്ഷേ സാഹചര്യങ്ങളൊക്കെ അവളെ അങ്ങ് വിലക്കി. വിശ്രമത്തിന് ശേഷം തിരികെ പോകാനെത്തിയപ്പോൾ ബബിത അവൾക്കൊപ്പം തന്നെ മുറ്റത്തേക്ക് വന്നു. ബബിതയുടെ മുഖത്ത് വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു. വൈജയന്തി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് ബാലചന്ദ്രന്റെ ആ ഒരു കാര്യം വല്ലാതെ മോശമാവുകയാണ്. മദ്യപാനം പുകവലിയും ഇപ്പൊ പണ്ടത്തേക്കാൾ കൂടുതലാണ്. മുൻപൊക്കെ അലീന പറഞ്ഞ കേൾക്കുമായിരുന്നു. ഇപ്പോൾ അയാളുടെ വാക്കുപോലും ആരുടെ വാക്കുപോലും അവ വകവെക്കുന്നില്ല. ബബിത വളരെ വിഷമത്തോടു കൂടിയാണ് വൈജയന്തിയോട് ഈ ഒരു കാര്യം പറഞ്ഞത്. ഈ വാക്ക് കേട്ടപ്പോൾ വൈജയന്തി ഒന്നും തന്നെ പ്രതീക്ഷിച്ചില്ല. ഒരു നെടുവീർപ്പോടുകൂടെ തന്നെ അവൾ ബബിതയെ നോക്കി പറഞ്ഞു. ബസ്സിലിരിക്കുമ്പോൾ അവളുടെ മനസ്സ് വീണ്ടും ആ ഒരു പഴയ കാലത്തേക്ക് തന്നെ സഞ്ചരിച്ചു.
ബാലചന്ദ്രനോടൊപ്പം ഇത്രയും വർഷം ജീവിച്ചിട്ടും എന്തുകൊണ്ടാണ് തനിക്ക് അദ്ദേഹത്തോട് ഒരിക്കൽ പോലും യഥാർത്ഥ സ്നേഹം തോന്നാത്തത്? ഒരു പക്ഷേ തൻ്റെ മനസ്സ് മുഴുവൻ ഇപ്പോഴും ആ ഒരു സ്റ്റാൻലിയും ആ നഷ്ടപ്പെട്ട കുഞ്ഞിലുമായിരുന്നത് കൊണ്ടായിരിക്കുമോ? ചില ചോദ്യങ്ങൾക്ക് ജീവിതത്തിൽ ഉത്തരമുണ്ടാവില്ല എന്ന് അവൾ സ്വയം സമാധാനിച്ചു. പെട്ടെന്നാണ് അവളുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചത്. ചിന്തകളിൽ നിന്നും ഞെട്ടിയുണർന്ന് അവൾ ഫോൺ എടുത്തു. സ്ക്രീനിൽ നോക്കിയപ്പോൾ അത് കൃഷ്ണമോളായിരുന്നു. കോൾ എടുത്ത ഉടനെ തന്നെ അപ്പുറത്ത് നിന്ന് കേട്ടത് വലിയൊരു കരച്ചിലാണ്. കൃഷ്ണമോളെ, എന്താ പ്രശ്നം? വൈജയന്തി പരിഭ്രമത്തിലായി. പെട്ടെന്ന് തന്നെ ഫോണ് ബബിത വാങ്ങി. അമ്മ ഒന്ന് വേഗമായോ? ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ അങ്ങ് കൊഴിഞ്ഞു വീഴാണ്. അച്ഛൻ കൊഴിഞ്ഞു വീണിരിക്കുന്നു. രോഹിത് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒന്ന് വേഗമായോ? ബബിതയുടെ കരച്ചിനിടയിലും ആ ഒരു വാക്കുകൾ വൈജയന്തിന്റെ നെഞ്ചിലങ്ങ് ഇടുത്തി പോലെ വീണു. ഒരു നിമിഷം കൊണ്ട് ആ കുടുംബത്തിന്റെ സമാധാനം മുഴുവൻ അങ്ങ് തകർന്നു വീഴുന്നത് പോലെ തോന്നി. ഹോസ്റ്റലിലെ തന്റെ മുറിയിലിരുന്ന് പഠിക്കുമായിരുന്നു അലീന. അപ്പോഴാണ് അവളുടെ ആ ഒരു ഞെട്ടിക്കുന്ന വാർത്ത അറിയുന്നത്. ബാലചന്ദ്രൻ മേനോൻ കൊഴിഞ്ഞു വീണിരിക്കുന്നു എന്ന ആ ഒരു വാർത്ത കേട്ടപ്പോൾ അവളുടെ കൈകാലുകൾ അങ്ങ് തകർന്നു പോയി. അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. രേവതിക്കുട്ടി ഉടനെ തന്നെ രോഹിതിനെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഫോൺ റിങ് ചെയ്യുന്നല്ലാതെ ആരും തന്നെ ഫോൺ എടുത്തില്ല. ചില സമയങ്ങളിൽ ഒരു ഫോൺ കോൾ എടുക്കാതിരിക്കുന്നത് നമ്മളെ കൂടുതൽ ഭയപ്പെടുത്തും. രോഹിത്തിൽ നിന്നും മറുപടി കിട്ടാതായതോടുകൂടി തന്നെ അലീനയുടെ ആശങ്ക ഇരട്ടിയായി. ബബിത അത്രയധികം കരയുന്നുണ്ടായിരുന്നുവെങ്കിൽ സംഭവം നിസ്സാരമല്ല എന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അവൾ ഉടനെ തന്നെ സ്റ്റാലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചുരുക്കത്തിൽ പറഞ്ഞു. അതിനുശേഷം മനുവിനെയും വിളിച്ചു. മനു, അച്ഛൻ എന്താ പറ്റിയത്? മനുവേട്ടാ, രോഹിത്താണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ലല്ലോ. അലീനയുടെ ശബ്ദം ഇറക്കുന്നുണ്ടായിരുന്നു. അലീനെ, നീ പേടിക്കാതെ, അങ്കിളിന് ചെറിയൊരു ഹാർട്ട് അറ്റാക്കാണ്. അത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെന്ന് അറിയാൻ കഴിഞ്ഞത്. രോഹിത് ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കൂടുതലൊന്നും എനിക്കും അറിയില്ല. മനു അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിലും ബാലചന്ദ്രൻ അത്ര പെട്ടെന്നൊന്നും തോറ്റുകൊടുക്കുന്ന ആളല്ലല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. മനുവേട്ടാ, എനിക്കിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് എത്തണം. പാലായിലേക്ക് പോകണം. മനുവേട്ടൻ വന്നിട്ട് എന്നൊന്ന് കൂട്ടിക്കൊണ്ടു പോകുമോ? അവൾ കരച്ചിലിൻ്റെ വക്കിലെത്തി ചോദിച്ചു. മനു ഉടനെ തന്നെ കാറുമായി അങ്ങോട്ടേക്ക് എത്തി. രേവതിക്കുട്ടിയെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് അലീന മനുവിനൊപ്പം തന്നെ വണ്ടിയിലേക്ക് കയറി. പാലായിലേക്കുള്ള യാത്രയിലുടനീളത്തിന് വല്ലാത്തൊരു മൂകതയായിരുന്നു. അലീനയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മനു അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വിശദമാക്കി. അങ്കിൾ രാവിലെ കാപ്പി ചോദിച്ചിരുന്നു. കൊടുക്കാൻ കുറച്ച് വൈകി. പിന്നീട് ലെമൺ ടീ കൊണ്ടുചെന്നപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു. പെട്ടെന്നാണ് നെഞ്ചുവേദന വന്നത്. രോഹിത് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഉടനെ തന്നെ ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്തു. ആംബുലൻസ് കിട്ടാത്തത് കൊണ്ട് രോഹിത് സ്വന്തം വണ്ടിയിലാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ കാർഡിയോളജി ICUവിലാണ്. ഇതെല്ലാം കേട്ടതോടുകൂടെ അലീനയുടെ ഉള്ളിലെ ഭയം ഒന്നും കൂടി. അവൾ പുറമെ ശാന്തനായിരുന്നുവെങ്കിലും ഉള്ളിൽ വല്ലാത്തൊരു കൊടുങ്കാറ്റടിക്കുന്നുണ്ടായിരുന്നു. യാത്രക്കിടയിൽ അച്ഛൻ്റെ അവസാനത്തെ ചില ദിവസങ്ങൾ അവളുടെ ഓർമ്മയിലേക്ക് വന്നു. പണ്ടത്തെ ആ ഒരു വാശിയും കടുപ്പവും ഒന്നും തന്നെ ഇപ്പം അദ്ദേഹത്തിനില്ലായിരുന്നു. വളരെ ശാന്തനായിരുന്നു. താൻ എന്തു പറഞ്ഞാലും എതിർക്കാതെ കേൾക്കുമായിരുന്നു. ചിലപ്പോൾ മരണം അടുത്തെത്തുമ്പോൾ മനുഷ്യർക്ക് അങ്ങനെയൊക്കെ ചില മാറ്റങ്ങൾ സംഭവിക്കുമായിരിക്കുമെന്നൊക്കെ അവൾ ഓർത്തു. ജീവിതം നൽകുന്ന ചില മുൻകൂർ സൂചനകൾ അങ്ങനെയൊക്കെയാണ്. അതൊക്കെ ഇപ്പോൾ അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. മനുവിൻ്റെ കാറ് പാലാ ഹോസ്പിറ്റലിന് മുറ്റത്തേക്ക് വന്നു നിന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ അലീനയുടെ കാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. പ്രതീക്ഷയും ഭയവും ഒരേ സമയം അവളുടെ മനസ്സിൽ പോരാട്ടം തുടങ്ങി. ഹോസ്പിറ്റലിൻ്റെ ഇടനാഴിലൂടെ മരുന്നിൻ്റെ മണം അവളുടെ കൂടുതൽ അസ്വസ്ഥയാക്കി. കാർഡിയോളജി വിഭാഗത്തിന് മുന്നിലേക്ക് എത്തിയപ്പോഴേക്കും അവിടെയുള്ള കാഴ്ച അവളുടെ നെഞ്ച് തകർക്കുന്നതായിരുന്നു. ICUവിന് പുറത്തേക്ക് വന്ന് സുനന്ദ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അത് കണ്ട നിമിഷം ഇനി താൻ കേൾക്കാൻ പോകുന്ന വാർത്ത അത്ര നല്ലതല്ല എന്ന് അലീനയുടെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ അവൾക്ക് തോന്നി. പെട്ടെന്നാണ് ICUവിൻ്റെ ഡോർ തുറന്നു തന്നെ രോഹിത് പുറത്തേക്ക് വന്നത്. അവൻ്റെ കണ്ണുകളൊക്കെ ചുവന്ന് കലയിരുന്നു. മുഖത്താകെ വിയർപ്പൊക്കെ തടം കെട്ടിയിട്ടുണ്ട്. അലീനയെ കണ്ടപ്പോൾ അവൻ അങ്ങോട്ടേക്ക് ഓടി വന്നു. ഒന്നും പറയാനാവാതെ അവൻ നിന്ന് വിതുമ്പി. രോഹിതേ, അച്ഛൻ. അലീനയുടെ ആ ഒരു ശബ്ദം പുറത്തേക്ക് വന്നില്ല. അലീന ചേച്ചി, നമ്മളെല്ലാവരും തോറ്റുപോയി. അച്ഛൻ ഇനിയില്ല. രോഹിത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ അലീനയോട് പറഞ്ഞു. ആ ഒരൊറ്റ നിമിഷം ആ ഹോസ്പിറ്റൽ ഇടനാഴിൽ വെച്ച് അലീനയുടെ ലോകം ഒരിക്കൽ കൂടി അങ്ങ് തകർന്നു വീഴാണ്. ഇത്രയും കാലം തനിക്ക് അച്ഛൻ്റെ സ്നേഹം നൽകി വളർത്തിയ വാശിക്കാരനാണെങ്കിലും തന്നെ ജീവന് തുല്യം സ്നേഹിച്ച ആ ഒരു വലിയ മനുഷ്യനാണ് ഇന്ന് ഈ ലോകത്തിൽ നിന്നും ഇല്ല എന്ന കാര്യം, ആ ഒരു സത്യം ഉൾക്കൊള്ളാൻ കഴിയാതെ അവൾ ആകെ തളർന്നിരുന്നു. ഒരു വലിയ കുടുംബത്തിൻ്റെ അത്താണ് കൂടിയാണ് അവിടെ അങ്ങ് ഇല്ലാതായത്. ഇനി അവരുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെ ആവില്ല. അനാഥത്വത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് അവരെല്ലാവരും തന്നെ ഒരുമിച്ച് വലിച്ചെറിയപ്പെടുകയായിരുന്നു ആ ഒരു നിമിഷം. ബാലചന്ദ്രൻ ഭൂമിയിൽ നിന്ന് പോയതോടുകൂടി തന്നെ അലീന ആകെ തകർന്ന് തരിപ്പണമാവുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളാണ് കേട്ടോ ഇനി വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.